മേടിക്കാൻ വരണോ ഇനിയും ലേറ്റ് ആവൂത്രേ. ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ഒരു സമയം അങ്ങോട്ട് പറയും. നമ്മൾ കറക്റ്റായിട്ട് എത്തി വിളിച്ച് ചോദിക്കുമ്പോൾ അവന്മാർ പറയും ഓൺ ദ വേ. എന്തുട്ട് ഓൺ ദ വേ? അവിടുത്തെ കട്ടിൽ നിന്ന് എത്തിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും വെച്ച് കാച്ചും ഓൺ ദ വേ. ഇവനെ മേടിക്കാൻ പോയ കഥ അറിയുന്നു നിനക്ക്? അന്ന് നിങ്ങൾ ഊട്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഷെർലി 8 മാസം പ്രഗ്നന്റ്. നമ്മുടെ മുത്തിനെ അവൻ വയറ്റേ കിടന്ന് ഒരു ജാതി കുത്തും ചവിട്ടുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെർലിക്കൊരു മോഹം. അവളുടെ അബുദാബിയിലുള്ള കൂട്ടുകാരുടെ മോളുടെ കല്യാണത്തിന് പോകണം. അന്ന് ജേക്കബിൻ്റെ കയ്യിൽ പഴയ ഒരു കൊറോളയാണ്. വലിയ കണ്ടീഷനൊന്നുമില്ല. ഷെർലിയും കൊണ്ട് ഇത്ര ദൂരം അങ്ങോട്ട് ഓടിച്ച് ഈ കാറിൽ കൊണ്ടുപോകാൻ ജേക്കബിന് ഒരു പേടി. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ 2 പേരും കൂടി ഒറ്റ വിടലാണ് നമ്മുടെ ബെൻസിൻ്റെ ഷോറൂമിലേക്ക്. റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് പെടയ്ക്കണ മീനെ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നതാ ഈ മഹാനെ. എത്ര സ്പീഡിൽ ഓടിച്ചാലും ഇവൻ കുലുങ്ങില്ലടോ. ഇവൻ്റെ പുതിയ മുതലാളി വരുന്നതിന് മുമ്പേ നമുക്കിവനെ ഒന്ന് പറപ്പിച്ചാലോ? കണ്ടാ, കുലുങ്ങില്ലേ? ജേക്കബിനെ പോലെയാ. ജബലാലിയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കടയിലുണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഇത് വെച്ചോ. വേണ്ട ചേട്ടാ. പപ്പയുടെ ഡ്രൈവർ തരുന്നതെന്ന് കരുതണ്ട, പപ്പ തരുന്നതെന്ന് കരുതിക്കോ. ഹലോ അമ്മ. ഹലോ ജെറി. എന്താ മുത്തേ? വേഗം ഓഫീസിലേക്ക് വാ. എന്തു പറ്റി? ഇവിടെ പോലീസും ഒന്ന് 2 ആൾക്കാരും അമ്മയോട്. ജെറി, ജെറി പ്ലീസ് ഫാസ്റ്റ്. ഹലോ ഫിലിപ്പങ്ങളെ, പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റുമോ? البلاغ 465. تمام علم. Sir, Jacob wife is innocent, sir. Sorry. I know them This is personally. an arrest. Sir, please, sir. I will come to the police station for them. I told you. This is an arrest. I told you. No way. Please هذول listen me, مطلوب sir. القبض عليهم في قضية. Sir. ما تحاول. You're breaking the law. Let me do my job. Please, Sir. please, huh? Sir. Stay back. Sir, that's my mother. You're breaking the law. This is an arrest. I need to go with You're her. breaking the law. This is an arrest. Sir, I I need to told go you. with her, sir. ارجع. That's my mother. هذا I cannot let you go without me. That's my mother. Jerry. حضري لي القضية رقم 450. Okay. Excuse me 1 second. ഒമേരിയുടെ കേസ് തൽക്കാലം സോൾവ് ചെയ്തു. കാർ വിറ്റ കാശ് മുഴുവൻ അയാൾക്ക് കൊടുത്തു. ബാക്കിയുള്ളത് 6 മാസത്തിൽ തന്ന് തീർക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് തിരിച്ചു മേടിച്ചോ? جري جايكب زكريا. Sir. You don't pay credit card bills? Emirates MBD Bank put the case against you. You go. And you stay.
എടാ എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വരും. ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കണടാ. എയർപോർട്ടിൽ വെച്ച് പപ്പൻ്റെ കൈ അമർത്തി പിടിച്ച് കരയാൻ പാടില്ല, അവളെ നോക്കിയേക്കണെന്ന് പറഞ്ഞു. പറ്റുന്നില്ല കൽപ്പങ്ങൾ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. ജെറി, വാ. നീ ആ കോർണറിലുള്ള കഫ്റ്റേരിയ കണ്ടോ? മുക്കത്തുകാരൻ ഒരു ഷെരീഫിൻ്റെ കഫ്റ്റേരിയ അത്. 9 വർഷം മുമ്പ് ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ചിട്ടാണ് അവൻ ഗൾഫിൽ വന്നത്. ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊഴിയുന്ന മഴയത്തെ ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവൻ കിടന്നിട്ടുണ്ട്. അവൻ്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. ഇപ്പം അവൻ്റെ ഫാമിലി താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താ. അവിടെ അവർക്ക് സ്വന്തമായ ബിസിനസ്സും ഉണ്ട്. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകണ്ട ജെറി. ഈ സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൽ മതി. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. നിന്റെ അപ്പൻ എങ്ങനായിരുന്നു? ജേക്കബിന്റെ മകൻ എൻ്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല. തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. വണ്ടിയിൽ ഇറങ്ങടാ.